ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 60 വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്ത കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് ജാം ആവണ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് ബ്രേക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൽഫ് എടുക്കില്ല എന്നുള്ള കേസ് പറയേണ്ടായിരുന്നു. സൈഡ് സ്റ്റാൻഡിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഒരല്പം പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ സർവീസും ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20,626 നമ്മൾ ഓയിൽ മാറ്റിയേക്കണത്. ഇപ്പോഴത്തെ കിലോമീറ്റർ 26,000 ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓയിൽ എന്തായാലും മാറണം. ഞാനപ്പോൾ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സെൽഫ് എടുക്കായിക്കൊന്നും ഉണ്ടാവില്ല. 3-4 പ്രാവശ്യം നമ്മൾ സെൽഫ് അടിച്ചു നോക്കി, സെൽഫ് എടുക്കായിക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്നാലും ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കണേ. അതായത് 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ വോൾട്ടും അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്ന സമയത്ത് 12 വോൾട്ട് ഉണ്ട്. 12.5 വോൾട്ട് കാണിക്കണമെങ്കിൽ കൂടി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെൽഫിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ടൊരു കംപ്ലൈൻ്റ് ആയിരിക്കാം. അപ്പോൾ കൂടുതലായിട്ട് സെൽഫ് എടുക്കാനായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ 2023 വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അത് വാറണ്ടിക്ക് അയച്ചു നോക്കാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ലോഡായേക്കണാണ് ബ്രേക്ക് ജാം ആയേക്കണത്. ഫ്രണ്ട് ബ്രേക്ക് ഔട്ടർ പൊട്ടിയിട്ട് ടൈറ്റ് ആയേക്കാണ്. അപ്പോൾ നമുക്കത് ബ്രേക്ക് അയച്ച് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം. ഓയിൽ ചേഞ്ചിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ബാക്ക് ബ്രേക്ക് നമുക്ക് കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്തേക്കാം. അത് കൂടാതെ കൊണ്ട് പിന്നെ ഉള്ളത് വാട്ടർ സർവീസാണ്. പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരല്പം പ്ലേ കുറയ്ക്കാതെ നമുക്ക് ഈ സ്പ്രിംഗ് ഒന്ന് മാറ്റിയിടുകയും ചെയ്യാം. അപ്പോൾ അത് ക്ലിയർ ആവേണ്ടതാണ് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇത് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ സർവീസും കാര്യങ്ങളും കൂടി ഉണ്ട്. വർക്ക് കഴിഞ്ഞിട്ട് വേണം വാഷിങ്ങിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീലും കൂടി ഉണ്ടാവും. ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും അറിയിക്കാം കേട്ടോ. ഓക്കെ.